അതെ, നിങ്ങളെയാ? ഉം, ഒന്നിങ്ങോട്ട് വരുമോ? ഉം. എന്താ പറയൂ. ഞാൻ ടെറസിലുള്ള സിംഗിൾ റൂമിലാണ് താമസിക്കുന്നത്. അതെനിക്കറിയാലോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. ഓഹോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളെ സഹായിക്കാം. അതൊന്നും സാരമില്ല. അയ്യോ മാഡം, ഞാനാണെങ്കിൽ ടെറസിൽ വാടകയ്ക്ക് ഇരിക്കുകയാണ്. നിങ്ങൾ തേർഡ് ഫ്ലോറിൽ വാടകയ്ക്ക് ഇരിക്കുന്നു. ഒരേ സ്ഥലത്തായതുകൊണ്ട് തമ്മിൽ തമ്മിൽ സഹായം വേണ്ടി വരുമ്പോൾ ചെയ്യണമല്ലോ. നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെപ്പോലെ ഒരു ആണിൻ്റെ സഹായം വേണ്ടി വരുന്ന എനിക്ക് നന്നായി അറിയാം. ഇപ്പം അതിനൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി മാഡം, നിങ്ങൾ എന്നോട് എന്ത് ജോലി പറഞ്ഞാലും ശരി, ഒരു സെക്കൻഡിൽ ചെയ്തുതരാം മാഡം. ഉം, മറക്കരുതേ. ഉം, ശരി മാഡം, ഉം, ബൈ. ഉം. പിന്നെ കാണാവേ. ഡാ, ഉം, നമ്മുടെ ബിൽഡിങ്ങിലെ തേർഡ് ഫ്ലോറിലെ ഒരു ലേഡി ഇല്ലേ? ഉം. ഹാ, ഇന്ന് വരുമ്പോഴേ അവളുടെ അടുത്ത് ചെറുതായി ഒന്ന് സംസാരിച്ചു ഞാൻ. അങ്ങനെയാണോ? അതെ അതെ, ഇനി 2 ദിവസം കൊണ്ട് അവളുടെ അടുത്ത് മെല്ലെ സംസാരിച്ച് എൻ്റെ വഴിക്ക് ഞാൻ കൊണ്ടുവരും. എടാ, അവരെ ഭർത്താവില്ലാതെ വിഷമിക്കുകയാണ്. പാവം, അവരെ വെറുതെ വിട്. എടാ, എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അവളെ സഹായിക്കാൻ വിചാരിക്കുന്നേ. നീ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഇനിയും 2 ദിവസം കൊണ്ട് ഞാൻ അവളെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്ന് നല്ല ജോളിയായിട്ട് അടിച്ചു പൊളിക്കും. എടാ, നീ കുറേ നാളായിട്ട് കുറേ പെണ്ണുങ്ങളെ ജീവിതത്തിൽ കയറി കളിച്ചവരെ നാശമായിക്കൊണ്ടിരിക്കുക. ഈ പാവത്തിനെങ്കിലും വെറുതെ വിടറാ. ഒന്ന് പോടാ. എന്ത് പണ്ടാരെല്ലാം കാണിക്കേ. ഹലോ, ആരുമില്ലേ? വീട്ടിലാരും ഇല്ലേന്ന്? ഉം. നിങ്ങളോ? പറയൂ. അല്ല, നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചോ? ഇല്ല, ഇതുവരെ അടച്ചിട്ടില്ല. അയ്യോ, ഇനിയും കറണ്ട് ബില്ല് അടച്ചിട്ടില്ലെന്നോ? ഉം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് കറണ്ട് ബില്ല് കട്ടിയില്ലെന്നുണ്ടല്ലോ, ഫ്യൂസ് പറിച്ചുകൊണ്ട് പോകും മാഡം. ഞാൻ മറന്നുപോയതാ. ഓഹോ, ശരി, സാരില്ലെന്നേ. ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിയാണ് EB ഓഫീസിലേക്ക് പോകുന്നത്. നിങ്ങളുടെ കാർഡ് തരുമോ? ഞാൻ നിങ്ങൾക്കും ചേർത്ത് അടച്ചിട്ട് ആ, വരാം. ഒന്ന് നിൽക്കണേ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ദാ. ഉം. ശരി, ഉം, ഞാൻ പോയി അടച്ചിട്ട് വരാവേ. ഉം. ഉം. ഇതാ നിങ്ങളുടെ കാർഡ്. താങ്ക്സ് കേട്ടോ. താങ്ക്സ് മാത്രമേ ഉള്ളൂ. ചായ, കോഫി? അതിനെന്താ, വരൂ. ദാ ചായ. ഉം. അതെ, ഉം. നിങ്ങൾക്ക് ഭർത്താവില്ലെന്ന് കേട്ടു. അപ്പം നിങ്ങൾക്ക് വേറെ ഒരു കല്യാണം കഴിച്ചുകൂടെ മാഡം? വേണ്ട, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഓ, എടാ, ഞാനിന്ന് അവളുടെ വീട്ടിലേക്ക് പോയടാ. ആ, ചായ ഇട്ട് തന്നടാ. ആ. നല്ല ടേസ്റ്റായിരുന്നു. ഉം. എനിക്കിനിയും കുറച്ച് ദിവസം മതി. അവളോട് അങ്ങനെ മെല്ലെ മെല്ലെ സംസാരിച്ച് ഞാൻ അവൾ അങ്ങനെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരും. എടാ, ഇത് വേണ്ട, പാവ കേട്ടോ. ടാ,
എന്താടാ ഇക്കാലത്ത് പാവൊക്കെ നോക്കുവാണെങ്കിലേ കുടിക്കാൻ കഞ്ഞി പോലും കിട്ടില്ല. അതേ, ഇവിടെ ആരും ഇല്ലേ? ഒന്ന് പുറത്തേക്ക് വരാവോ? ആ പറയൂ. ആ, ഞാൻ മേളത്തെ റൂമിൽ താമസിക്കുന്ന ആളാ. ആ എനിക്കറിയാലോ. എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് 2 ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആളത്ര നല്ലതല്ല കേട്ടോ. അവൻ ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങളോട് പരിചയപ്പെട്ട് സംസാരിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചു ഒരുത്തനാ. നിങ്ങൾ അവനോട് ഇടപെടുമ്പോൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. അല്ല എന്താ ഇത്? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? പുള്ളിക്കാരൻ നിങ്ങളുടെ ഫ്രണ്ടല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെന്നറിയോ? എന്തുമാത്രം സഹായം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുത്. അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. അതല്ല ഞാൻ പറയാൻ വന്നത്. നിങ്ങൾ ഇനി ഒന്നും എന്നോട് പറയണ്ട. എന്നെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി പണി നോക്ക്. അതെ, ഞാൻ പറയുന്നത് കേക്ക്. നീ ഇത്രയും വൃത്തികെട്ടവനാന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ലവനാന്നാ കരുതിയത്. ഏയ്. നിനക്കൊട്ട് നാണമില്ലേ? എന്താടി ഇതൊക്കെ? സിനിമ ഡയലോഗെല്ലാം കീച്ചുവാണല്ലോ. ഞാൻ തൊട്ടാ നീ എന്താ അലിഞ്ഞു പോവോ? ആദ്യം ഇവിടുന്ന് ഇറങ്ങി പോടാ. നിന്നെയൊക്കെ വീട്ടിൽ കയറ്റിയത് എന്റെ തെറ്റാ. ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞേ. ഓടി, നീ ഇല്ലെങ്കിൽ 1000 പേരുണ്ട്. അതെ, ആ പറയൂ മാഡം. സോറി കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് അന്ന് എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. നിങ്ങളുടെ ഫ്രണ്ട് എത്ര വൃത്തികെട്ടവനാന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. സാരമില്ല, ഇനിയെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഞാൻ ഇറങ്ങട്ടെ.